Hello, dear students. Good morning, all of you. Today is our first class in your sixth semester. Okay, my subject is auditing. ഓഡിറ്റിംഗ് എന്നുള്ള ടേം കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ? ആരും ഉണ്ടാവില്ല അല്ലേ? എല്ലാവരും ഏത് ടേം കേട്ടിട്ടുണ്ട്? ഓഡിറ്റിംഗ് എന്നുള്ള ടേം കേട്ടിട്ടുണ്ട്. എന്താണ് ഓഡിറ്റിംഗ്? അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഓഡിറ്റിംഗ് ചെയ്യുന്നത്? ആരാണ് ഓഡിറ്റിംഗ് ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഓഡിറ്റിംഗ് ചെയ്യുന്നത്? ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് ഓഡിറ്റിങ്ങിനകത്ത് ഇൻക്ലൂഡഡ് ആകുന്നത്? ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റാണ് ഏതെന്ന് പറയുന്നത്? ഓഡിറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ്. ഓക്കെ, ഓഡിറ്റിങ്ങിൻ്റെ സിലബസ് പ്രകാരം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. നിങ്ങൾ സിലബസൊക്കെ നന്നായിട്ട് വായിച്ചു നോക്കണം. ഓക്കെ, അതിനകത്ത് ചാപ്റ്റർ വൈസ് ആയിട്ടാണ് നിങ്ങളുടെ കണ്ടൻറ്റുകൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ചാപ്റ്റർ വൈസും നിങ്ങൾ ആ സിലബസിനെ വായിച്ച് മനസ്സിലാക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? ഓഡിറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് പാർട്ടിലോട്ട് നമ്മൾ മൂവ് ചെയ്യാണ്. ഓക്കെ, ഫസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതൊരു കാര്യത്തിൻ്റെയും ഫസ്റ്റിനകത്ത് എന്താ വരിക? അതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടാണ് അല്ലേ, അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷനാണ്. സോ അതുപോലെ തന്നെ നമ്മൾ ഓഡിറ്റിംഗ് ഏതിൽ നിന്നാണ് തുടങ്ങുന്നത്? ഇൻട്രൊഡക്ടറി പാർട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഓഡിറ്റിംഗ്. നിങ്ങൾ മനസ്സിലാക്കിയ ഓഡിറ്റിംഗ് തന്നെയാണോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നത്? അതോ എന്തെങ്കിലും ഡിഫറൻസുകൾ ഉണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് നോക്കാം. ഓക്കെ, എന്താണ് ഓഡിറ്റിംഗ്? നമുക്ക് നോക്കാം അല്ലേ. ഫസ്റ്റ്, ദി വേർഡ് ഓഡിറ്റിംഗ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ഓഡയർ വിച്ച് മീൻസ് ടു ഹിയർ. ടു ഹിയർ എന്ന് അർത്ഥം വരുന്ന ഒരു ലാറ്റിൻ വേർഡ് ഉണ്ട്, ഓഡയർ, AUDIRE. ഓഡയർ എന്നാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. സോ ഈ ഓഡയർ എന്നുള്ള ഈ വാക്കിൽ നിന്നാണ് ഏത് ഡിറൈവ് ചെയ്തിട്ടുള്ളത്? ദ ഓഡിറ്റിംഗ് എന്നുള്ള ടേം ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഓഡിറ്റർ മീൻസ് ഹിയറർ ഓർ വൺ ഹൂ ഹിയേഴ്സ്. നമുക്കറിയാം ഓഡിറ്റർ എന്നുള്ള വാക്കിൻ്റെ മീനിങ് ഹിയറർ എന്നാണ്, കേൾക്കുന്നവൻ എന്നാണ് അർത്ഥം. ആൻഡ് ഈ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഉടലെടുത്തിട്ടുള്ള ഒരു സംഭവമാണ്. ഓക്കെ, ഇറ്റ് വാസ് ഡിറൈവ്ഡ് ബിഫോർ എ ലോട്ട് ഓഫ് ഇയേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് ഹാപ്പൻ ഇൻ ദ ബിസിനസ് ഫീൽഡ്. ഓക്കെ, so in olden days the owners of the business appointed certain persons to check the accounts whenever they suspected any fraud. പണ്ട് കാലം മുതൽ തന്നെ അവരുടെ ബിസിനസ്സിനകത്ത് എന്തെങ്കിലും ഫ്രോഡ് നടന്നിട്ടുണ്ടോ, ഓർ എനി അതർ മിസ്റ്റേക്സ്, ഓക്കെ, അത്തരത്തിലുള്ള എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഹാപ്പൻ ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ അന്വേഷിക്കലുണ്ടായിരുന്നു. അങ്ങനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേഴ്സൺസിനെ, അതല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പേഴ്സണിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ദേ ആർ അപ്പോയിൻറ്റഡ് ഇൻ ദെയർ ഓർഗനൈസേഷൻ. ദാറ്റ് പേഴ്സൺ ഈസ് കോൾഡ് ഓഡിറ്റർ. ദെൻ auditing simply means systematic examination of books to verify the authenticity and accuracy of transactions. Auditing simply means systematic examination. Auditing എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ. വളരെ കൃത്യമായി അല്ലെങ്കിൽ ഒരുപാട് സ്റ്റെപ്പുകളോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു എക്സാമിനേഷനാണ്. ഇനി എന്തിനാണ് നമ്മൾ അതിനകത്ത് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിന് നമ്മൾ എന്ത് ചെയ്യാണ്? സിസ്റ്റമാറ്റിക്കായി എക്സാമിൻ ചെയ്യാണ്. ദെൻ ഫോർ വാട്ട് പർപ്പസ്? ടു വെരിഫൈ ദ ഒതൻറ്റിസിറ്റി ആൻഡ് അക്യുറസി ഓഫ് ട്രാൻസാക്ഷൻസ്. ബിസിനസ്സിനകത്ത് വി നോ ദാറ്റ് എ ലോട്ട് ഓഫ് ട്രാൻസാക്ഷൻസ് ആർ ഇൻക്ലൂഡഡ് അണ്ടർ ബിസിനസ് ഓർഗനൈസേഷൻസ്. Financial transactions is there and non-financial activities is there, and all these transactions should be recorded in the organization. And the duty of the auditor is
to verify the authenticity and accuracy of such transactions. ബിസിനസ്സിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിൻ്റെ ഓതൻറ്റിസിറ്റി അതല്ലെങ്കിൽ അതിൻ്റെ അക്യുറസി, എത്രത്തോളം സത്യസന്ധമായിട്ടാണ് ആ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തിട്ടുള്ളതെന്നും അതേപോലെ തന്നെ എത്രത്തോളം കൃത്യത ആ ട്രാൻസാക്ഷൻസിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതും ചെക്ക് ചെയ്യുന്ന അതല്ലെങ്കിൽ അത് വെരിഫൈ ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയാണ് ആർക്കുള്ളത്? ഓഡിറ്റർക്ക് ഉള്ളത്. So auditing simply means systematic examination of books to verify the authenticity and accuracy of transactions. And it will undertakes by using vouchers, invoice, documents, bills and cash memos. നമുക്കറിയാം a lot of transactions are there. ഇനി നമുക്ക് വെറുതെ അങ്ങ് വെരിഫൈ ചെയ്യാൻ പറ്റില്ല. The verification will be undergone by using different materials like vouchers, invoice, documents, bills and cash memos. നമുക്കറിയാം ഓരോ ട്രാൻസാക്ഷൻസിനെയും സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസുകൾ ഉണ്ടായിരിക്കും. എന്തിനും എന്ത് വേണം? എവിഡൻസ് വേണം. ഇപ്പോൾ 25,000 രൂപയുടെ ക്രെഡിറ്റ് ഉണ്ട്. സോ ആ 25,000 രൂപയുടെ ക്രെഡിറ്റ് കാണിക്കുന്ന ബില്ല് ഏതിനകത്ത് ഉണ്ടായിരിക്കണം? ആ ബിസിനസ്സിനകത്ത് സൂക്ഷിച്ചിരിക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു പർച്ചേസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻവോയ്സ് അതല്ലെങ്കിൽ അതിൻ്റെ ലെഡ്ജേഴ്സ്, അതിൻ്റെ വൗച്ചേഴ്സ്, ഇതെല്ലാം ബിസിനസ്സിനകത്ത് എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി കീപ്പ് ഇൻ ദ ഓർഗനൈസേഷൻ. സോ ഓൾ ദീസ് ഡോക്യുമെൻറ്റ്സ് ആർ വെരിഫൈങ് ബൈ ദി ഓഡിറ്റർ. ഇതെല്ലാം നോക്കിയിട്ടാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? ഓർഗനൈസേഷൻ്റെ അകത്ത് എന്തെങ്കിലും ഫ്രോഡ് നടന്നിട്ടുണ്ടോ, അതല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ടോ, എന്തെങ്കിലും മാൽപ്രാക്ടീസസ് മാനേജ്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ എന്നെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. സോ ദ ഓഡിറ്റർ വിൽ അണ്ടർടേക്ക് ദിസ് എക്സാമിനേഷൻ ബൈ യൂസിങ് ഡിഫറെൻറ്റ് എവിഡൻസസ് ലൈക്ക് വൗച്ചേഴ്സ്, ഇൻവോയ്സസ്, ഡോക്യുമെൻറ്റ്സ്, ബിൽസ്, ക്യാഷ് മെമ്മോസ് എക്സെട്ര. ഇതെല്ലാം ആര് കൺസിഡർ ചെയ്യും? ഇതെല്ലാം ആര് പരിശോധിക്കും? നമ്മുടെ ഓഡിറ്റർ പരിശോധിക്കും. ആൻഡ് ദ മെയിൻ എയിം ഈസ് ടു വെരിഫൈ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഡിസ്ക്ലോസ്ഡ് ബൈ ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് എ ഫേം. നമുക്കറിയാം ഏതൊരു ഓഡിറ്റിങ്ങിൻ്റെയും മെയിൻ എയിം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ വെരിഫൈ ചെയ്യലാണ്. ബാലൻസ് ഷീറ്റിനകത്ത് വി നോ ദാറ്റ് ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ ദർ, അല്ലേ? ബാലൻസ് ഷീറ്റിനകത്ത് 2 സൈഡുകളാണുള്ളത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അസറ്റ് സൈഡും ഉണ്ട്, ലയബിലിറ്റി സൈഡും ഉണ്ട്. ഇറ്റ് വിൽ ഷോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ കമ്പനി. ആൻഡ് ഒരു ഓഡിറ്റർ ചെയ്യുന്നത് എന്താണ്? ഹി ഈസ് വെരിഫൈങ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഡിസ്ക്ലോസ്ഡ് ബൈ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിനകത്ത് കാണിച്ച ആ പൊസിഷനിൽ തന്നെയാണോ ഈ ഒരു ബിസിനസ്സിന് ഒറിജിനലി ഉള്ളത്, അതല്ലെങ്കിൽ ഇതിൻ്റെ അക്യുറസി എത്രത്തോളം ഉണ്ട്. അതേപോലെ തന്നെ the profit or loss which is showed in the profit and loss account, is it correct or not? So he want to check each and every element in the profit and loss account. അങ്ങനെ ഓരോ ഐറ്റം ചെക്ക് ചെയ്തതിന് ശേഷം അയാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റും ആൻഡ് അറ്റ് ദ സെയിം ടൈം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ള അല്ലെങ്കിൽ ഓൾറെഡി കാണിച്ചിട്ടുള്ള പ്രോഫിറ്റും സെയിം തന്നെയാണോ? ദെൻ പ്രോഫിറ്റിനെ ഇൻക്രീസ് ചെയ്ത് കാണിച്ചിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഈസ് ദർ എനി മാൽ പ്രാക്ടീസസ് ഫ്രം ദ പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഓർ ഫ്രം ദ പാർട്ട് ഓഫ് ഓണേഴ്സ്? ഇതെല്ലാം ആര് കണ്ടുപിടിക്കണം? ഒരു ഓഡിറ്റർ കണ്ടുപിടിക്കണം. സോ ദ മെയിൻ എയിം ഈസ് to verify the financial position disclosed by balance sheet and at the same time profit and loss shows in the P&L account. Okay, so ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒരു ബിസിനസ് ഓർഗനൈസേഷൻസിൽ നടന്നിട്ടുള്ള ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻസിൻ്റെ എല്ലാം വെരിഫിക്കേഷനാണ് ഓൺ ദ ബേസിസ് ഓഫ് എവിഡൻസസ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഓർഗനൈസേഷൻസിൽ കാണിച്ചിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷനും ദെൻ അവരുടെ പ്രോഫിറ്റ് അതല്ലെങ്കിൽ അവരുടെ ലോസ് അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റബിലിറ്റി ഇതെല്ലാം കറക്റ്റ് തന്നെയാണോ? ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്ന, വെരിഫൈ ചെയ്യുന്ന, എക്സാമിൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ
അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അനാലിസിസിനെയാണ് എന്തെന്ന് പറയുന്നത്, ഓഡിറ്റിംഗ് എന്നുള്ളത് കൊണ്ട് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷനും ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് അതല്ലെങ്കിൽ ആ ഒരു അനാലിസിസ് എന്താണ്, കമ്പൽസറി ആണ്. ഇയർ ബൈ ഇയർ അതെന്ത് ചെയ്തിരിക്കണം, ഓഡിറ്റിംഗ് ചെയ്തിരിക്കണം, ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെ വെരിഫിക്കേഷൻ ചെയ്തിരിക്കണം. ഓക്കെ, സോ ഇത് ഏറ്റവും റെലവൻ്റ് ആയ അതല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഏതൊരു ഇൻഡസ്ട്രിക്കും ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനും. ആൻഡ് നെക്സ്റ്റ് വി ആർ മൂവിങ് ഡെഫിനിഷൻസ് ഓഫ് ഓഡിറ്റിംഗ്. ഓഡിറ്റിങ്ങിൻ്റെ ഡെഫിനിഷൻസ് എന്തൊക്കെയാണ്? ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ഏതെങ്കിലും 2-3 ഡെഫിനിഷൻ ഷുവറായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, എക്സാമിന് പോകുമ്പോൾ ഡെഫിനിഷൻ ബൈഹേർട്ട് ചെയ്തിട്ട് തന്നെ പോവണം. സോ ഡെഫിനിഷൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഞാൻ ഇതിനകത്ത് 2-3 ഡെഫിനിഷൻ കോട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ കൂടുതലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, റെഫർ ചെയ്യണം. ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ has defined auditing as a systematic and independent examination of data, statements, records, operations and performances of an enterprise for a stated purpose. In any auditing situation, the auditor perceives and recognizes the propositions before him for examination, collects evidence, evaluates the same, and on the basis formulates his judgments, which is communicated through his audit report. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ ഒരു ഡെഫിനിഷനകത്ത് വന്നിട്ടുണ്ട്. വി നോ ദാറ്റ് ഓഡിറ്റിംഗ് ഈസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ ഓഫ് ഡാറ്റ, സ്റ്റേറ്റ്മെൻറ്റ്സ്, റെക്കോർഡ്സ്, ഓപ്പറേഷൻസ് ആൻഡ് പെർഫോമൻസസ്. ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഡാറ്റയും ദെൻ സ്റ്റേറ്റ്മെൻറ്റ്സും ആ ബിസിനസ്സിൻ്റെ പ്രീവിയസ് റെക്കോർഡ്സും ആ ബിസിനസ്സിൻ്റെ പെർഫോമൻസ്, ഫിനാൻഷ്യൽ പെർഫോമൻസ് അതല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ പെർഫോമൻസ്, എല്ലാവിധ പെർഫോമൻസുകളും ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, എക്സാമിൻ ചെയ്യുന്നുണ്ട് ഫോർ എ സ്റ്റേറ്റഡ് പർപ്പസ്. Okay, the aim or the objective of audit is there. സോ എന്താണോ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എന്താണോ പർപ്പസ്, ആ പർപ്പസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യലാണ്, ആ ബിസിനസ്സിൻ്റെ റെക്കോർഡുകൾ, സ്റ്റേറ്റ്മെൻറ്റ്സുകൾ, ഡാറ്റ എല്ലാം എന്ത് ചെയ്യാണ്, എക്സാമിൻ ചെയ്യുകയാണ്. ദെൻ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇൻ എനി ഓഡിറ്റിംഗ് സിറ്റുവേഷൻ ദ ഓഡിറ്റർ പെർസീവ്സ് ആൻഡ് റെക്കഗ്നൈസസ് ദ പ്രൊപ്പോസിഷൻസ് ബിഫോർ ഹിം ഫോർ എക്സാമിനേഷൻ. ഇങ്ങനെ ഓഡിറ്റിംഗ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഓഡിറ്ററുടെ മുമ്പിൽ കൊണ്ടുവരുന്ന എല്ലാ പ്രൊപ്പോസിഷൻസും അതല്ലെങ്കിൽ എല്ലാ മെറ്റീരിയൽസും എല്ലാ ഡോക്യുമെൻറ്റ്സും അവരെന്ത് ചെയ്യുന്നുണ്ട്, പെർസീവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇവാലുവേഷൻ ചെയ്യുന്നുണ്ട്. ദെൻ കളക്ടിങ് ദ എവിഡൻസസ്. ഇതെങ്ങനെയാണ് പെർസീവ് ചെയ്യുക? വെറുതെ ഒരു എന്താ പറയുക, മനസ്സിൽ തോന്നുന്ന കാര്യം വിളിച്ച് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലുമില്ല. നമ്മളിത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹി ഷുഡ് കളക്ട് ദ എവിഡൻസസ്. നമ്മൾക്ക് നേരത്തെ പഠിച്ചു, എവിഡൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് ബിൽ, മെമ്മോസ്, വൗച്ചേഴ്സ്, ദെൻ ക്യാഷ് മെമ്മോസ് എക്സെട്ര. ഏതെങ്കിലും തരത്തിലുള്ള എവിഡൻസുകളായിരിക്കും. ഇതെല്ലാം എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം. ആൻഡ് കളക്ട് ചെയ്ത് മിണ്ടാതിരുന്നാൽ മതിയോ? പറ്റില്ല. കളക്ട് ചെയ്തതിന് ശേഷം ഇവാലുവേറ്റ് ദ സെയിം. എല്ലാ എവിഡൻസുകളെയും എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. എന്തെങ്കിലും കള്ളത്തരം ചെയ്തിട്ടുണ്ടോ, അതല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ബില്ല് ജെനുവിനാണോ എന്നെല്ലാം എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. ബില്ലിനകത്ത് പറഞ്ഞ എമൗണ്ടും നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിനകത്ത് പറയുന്ന എമൗണ്ടും സെയിം തന്നെയാണോ, കമ്പയർ ചെയ്യണം. സോ ഇവാലുവേറ്റ്സ് ദ സെയിം ആൻഡ് ഓൺ ദിസ് ബേസിസ് ഫോർമുലേറ്റ്സ് ഹിസ് ജഡ്ജ്മെൻറ്റ്. അങ്ങനെ ഇവാലുവേഷൻ നടത്തി എവിഡൻസ് എല്ലാം പരിശോധിച്ച് ദെൻ അതിനുശേഷം എന്ത് ചെയ്യാണ്, ഫോർമുലേറ്റ്സ് ഹിസ് ജഡ്ജ്മെൻറ്റ്സ്. ഒരു കൺക്ലൂഷൻ അതല്ലെങ്കിൽ ഒരു ജഡ്ജ്മെൻറ്റ്. ദാറ്റ് ഈസ് ഇറ്റ് മേ ബി ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഈസ് കറക്റ്റ് ഓർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷോസ് ദ കറക്റ്റ് പൊസിഷൻ ഓർ കറക്റ്റ് പ്രോഫിറ്റബിലിറ്റി. ഓക്കെ, ഇത്തരത്തിലുള്ള ജഡ്ജ്മെൻറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഫോർമുലേറ്റ് ചെയ്ത് മിണ്ടാതിരുന്നാൽ മതിയോ? വിച്ച് ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ത്രൂ ഹിസ് ഓഡിറ്റ് റിപ്പോർട്ട്. ഓക്കെ,
അയാൾ കണ്ടെത്തിയ ആ ഫൈൻഡിങ്സിനെ അല്ലെങ്കിൽ അയാളുടെ ആ ഒരു ജഡ്ജ്മെൻറ്റ്സിനെ എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ മാനേജ്മെൻറ്റ്. ആരാണോ ഓഡിറ്റിങ്ങിന് വേണ്ടി ഈ ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത് ആ വ്യക്തികളിലോട്ട് അതല്ലെങ്കിൽ ആ ഓർഗനൈസേഷനിലോട്ട് ഇറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ്. അതെന്ത് ചെയ്തിരിക്കണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം ത്രൂ ഹിസ് ഓഡിറ്റ് റിപ്പോർട്ട്. വാക്കാൽ പറഞ്ഞാൽ മതിയോ? പറ്റില്ല. ദർ ഷുഡ് ബി എ റിട്ടൺ ഫോം ഓഫ് ജഡ്ജ്മെൻറ്റ്. ജഡ്ജ്മെൻ്റ് എല്ലാം കൂടി എഴുതി ഒരു റിട്ടൺ ഫോം ആക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ റിട്ടൺ ഫോമിനെ പറയുന്ന പേരാണ് ഓഡിറ്റ് റിപ്പോർട്ട്. സോ ത്രൂ ഹിസ് ഓഡിറ്റ് റിപ്പോർട്ട്. പോയിന്റ് ഓക്കെ ആണോ? എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ പറയുന്നത്? ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ. ഓക്കെ, ദെൻ എന്തൊക്കെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്? ഡാറ്റ, സ്റ്റേറ്റ്മെൻറ്റ്സ്, റെക്കോർഡ്സ്, ഓപ്പറേഷൻസ് ആൻഡ് പെർഫോമൻസസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഓൾ ദീസ് ആർ ഇൻക്ലൂഡഡ് അണ്ടർ ഓഡിറ്റിംഗ്. ദെൻ ഓഡിറ്റർ വിൽ പെർസീവ് ദ പ്രൊപ്പോസിഷൻസ്. അയാളുടെ മുമ്പിൽ വരുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും? പെർസീവ് ചെയ്യും. ദെൻ ഹി വിൽ എക്സാമിൻ. Then അതിനുശേഷം he will collect the evidences. After getting the evidences, he will make the evaluation. Okay. Then on the basis of his evaluation, he will formulate his judgment. And at last, he will communicate this judgments to the management as audit report. Then next definition is according to Taylor and Perry. An audit is an investigation into the evidence from which the final revenue accounts and balance sheet or other statements of an organization have been prepared in order to ascertain that they present under review and financial statement of an organization at the end of that date, so enabling the auditor to report thereon. നമ്മൾ ഫസ്റ്റ് ഡെഫിനിഷനിൽ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. അതിൻ്റെ ആ ഒരു കണ്ടന്റിൽ ചേഞ്ച് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, ടൈലർ ആൻഡ് പെറിയുടെ അഭിപ്രായത്തിൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇൻവെസ്റ്റിഗേഷൻ ആണ്. എന്തിലോട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആണ്? ഇൻ ടു ദ എവിഡൻസസ്. ഇനി എവിടുന്നാണ് ഇത് കിട്ടുന്നത്? ഫൈനൽ റവന്യൂ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ റവന്യൂ അക്കൗണ്ട്സ്, വി നോ ദാറ്റ് ഫിനാൻഷ്യൽ ദാറ്റ് ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, റവന്യൂ അക്കൗണ്ട്സ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇതിൻ്റെ എല്ലാം ബേസിസിലായിരിക്കും. ഓർ ബാലൻസ് ഷീറ്റ് or other statements of an organization. നമുക്കറിയാം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ദർ, ഫണ്ട്സ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ദർ, കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ദർ. സോ ഈ എല്ലാ അതായത് ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെയോ അതല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൻ്റെയോ അതല്ലെങ്കിൽ റവന്യൂ അക്കൗണ്ടിൻ്റെയോ എല്ലാം ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്? എവിഡൻസുകളിലോട്ട് നമ്മൾ എത്തിപ്പെടുന്നത്. ഓക്കെ, ദെൻ ഫോർ വാട്ട് പർപ്പസ്? To ascertain that they present under review and financial statement of an organization at the end of that date, so enabling the auditor to report thereon. ആ ഒരു പെർട്ടിക്കുലർ പീരിയഡിൻ്റെ നമുക്കറിയാം എല്ലാ ഫിനാൻഷ്യൽ ഇയറിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മാർച്ച് 31 നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം ക്ലോസ് ചെയ്യും. നമ്മുടെ ബാലൻസ് ഷീറ്റ് എല്ലാം പ്രിപ്പയർ ചെയ്ത് മാർച്ച് 31 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ടും ക്ലോസ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റിനകത്ത് കൊടുത്തിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എല്ലാം റിവ്യൂ നടത്തുന്നുണ്ട്. ദെൻ ഇതിൻ്റെ എല്ലാം ബേസിസിൽ ഓഡിറ്റർ എന്ത് ചെയ്യുകയാണ്? ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുകയാണ്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഡെഫിനിഷൻ ഈസ് കോട്ടഡ് ബൈ എറിക് ആൻഡ് കോഹ്ലർ. They defines audit is an exploratory critical view by a public accountant of the underlying internal controls and accounting records of a business enterprise or other economic unit pursuant to the expressions by him of an opinion of the propriety of its financial statements. കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ആൻ എക്സ്പ്ലോറേറ്ററി ക്രിട്ടിക്കൽ വ്യൂ. എക്സ്പ്ലോറേറ്ററി ക്രിട്ടിക്കൽ വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പരിശോധന വിധേയമായ വ്യൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പരിശോധന വിധേയം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇൻവെസ്റ്റിഗേഷൻ ബൈ എ പബ്ലിക് അക്കൗണ്ടൻറ്റ്. നമുക്കറിയാം ഒരു ഓഡിറ്റർ എന്ന് പറയുന്നത് ഒരു സാധാരണ വ്യക്തിയല്ല. അതല്ലെങ്കിൽ ഒരു സാധാരണ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓഡിറ്റിംഗ് ചെയ്യാൻ പറ്റില്ല. സോ
they have some qualities or some qualifications. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, ഇറ്റ് വിൽ ബി കണ്ടക്റ്റഡ് ബൈ എ പബ്ലിക് അക്കൗണ്ടൻറ്റ് ഓഫ് ദി അണ്ടർലൈൻ. ദെൻ ഇൻറ്റേർണൽ കൺട്രോൾസ് ആൻഡ് അക്കൗണ്ട് റെക്കോർഡ്സ് ഓഫ് എ ബിസിനസ് എൻ്റർപ്രൈസ്. ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ട് റെക്കോർഡ്സും അതേപോലെ തന്നെ ബിസിനസ്സിൻ്റെ ഇൻറ്റേർണൽ കൺട്രോളും. ഇനി അതല്ല എങ്കിൽ വേറെ ഏതെങ്കിലും ഓർ അതർ ഇക്കണോമിക് യൂണിറ്റ് പ്രസിഡൻറ്റ് ടു ദ എക്സ്പ്രഷൻ, അതായത് മുന്നിൽ കൊണ്ടുവരുന്ന ബാക്കി എല്ലാ ഡീറ്റെയിൽസും by him of an opinion of the propriety of its financial statements. മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ഡോക്യുമെൻസും വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നതാണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഒപ്പീനിയൻ അറിയിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഓഡിറ്റിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? നമ്മൾ പറഞ്ഞത് ഏകദേശം സെയിം ആണ്, പല രീതിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ എന്തായാലും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ 2-3 ഡെഫിനേഷൻ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ബൈ ഹേർട്ട് ചെയ്തിരിക്കണം. ഓക്കെ, ദാറ്റ്സ് ഓൾ റിഗാർഡിംഗ് ഡെഫിനിഷൻസ് ഓഫ് ഓഡിറ്റിംഗ്. ഓക്കെ, ഓൺ ദ ബേസിസ് ഓഫ് ദിസ് ഡെഫിനിഷൻസ് there are some important aspects of auditing. ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള some important aspects are there. നമുക്ക് നോക്കാം. First one is that auditing is an examination of books, accounts, other records and supporting vouchers. ഇപ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആൻ എക്സാമിനേഷൻ ഓഫ് ബുക്സ്. ഒരു ബിസിനസ് ഓർഗനൈസേഷനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എ ലോട്ട് ഓഫ് ബുക്സ് ആർ ദർ, ദെൻ അക്കൗണ്ട്സ് ആർ ദർ, ദെൻ അതർ റെക്കോർഡ്സ് ഓർ സപ്പോർട്ടിംഗ് വൗച്ചേഴ്സ്, ഇതെല്ലാം ഉണ്ടായിരിക്കും. സോ ഇത്തരത്തിലുള്ള അക്കൗണ്ട്സിൻ്റെ, ബുക്സിൻ്റെ, ഡോക്യുമെൻസിൻ്റെ, വൗച്ചേഴ്സിൻ്റെ, സപ്പോർട്ടിംഗ് എവിഡൻസസിൻ്റെ എല്ലാം എക്സാമിനേഷനാണ് എന്തെന്ന് പറയുന്നത്. ഇതിൻ്റെ എല്ലാം അനാലിസിസ് ഓർ വെരിഫിക്കേഷനാണ് എന്തെന്ന് പറയുന്നത് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. Second point is that the auditor has not only to see the arithmetical accuracy of the books of accounts, but also to go further and find out whether the transactions entered in the books of original entry are correct or not. അതായത് അരിത്മെറ്റിക്കൽ അക്യുറസി മാത്രം ചെക്ക് ചെയ്യലല്ല എന്ത് ഒരു ഓഡിറ്റർ എന്ന് പറയും, ഒരു ഓഡിറ്റർ ചെയ്യുന്നത്. പകരം അതല്ല എങ്കിൽ അത് കൂടാതെ എന്തൊക്കെയുണ്ട്, ഹി വാണ്ട് ടു ഗോ ഫർദർ ആൻഡ് ഫൈൻഡ് ഔട്ട് വെദർ ദ ട്രാൻസാക്ഷൻസ് എൻറ്റേർഡ് ഇൻ ദ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ആർ കറക്റ്റ് ഓർ നോട്ട്. അതായത് ബിസിനസ് ഓർഗനൈസേഷൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിനകത്ത് എൻ്റർ ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ്, ആ ട്രാൻസാക്ഷൻസ് എല്ലാം എൻ്റർ ചെയ്തിട്ടുള്ളത് കറക്റ്റ് തന്നെയാണോ, അതല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായ രീതിയിൽ എൻ്റർ ചെയ്തിട്ടുണ്ടോ, അതിനകത്ത് എന്തെങ്കിലും മാൽ പ്രാക്ടീസസ്, എന്തെങ്കിലും ഫോൾസ് റെപ്രസെൻറ്റേഷൻ, അതല്ലെങ്കിൽ ഫ്രോഡ് വല്ലതും നടന്നിട്ടുണ്ടോ, ഇതെല്ലാം ചെക്ക് ചെയ്യലും കൂടി ആരുടെ ഡ്യൂട്ടിയാണ്, നമ്മുടെ ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ മെയിനായിട്ടും ഓഡിറ്റർക്ക് എന്തൊക്കെയാണ് ഡ്യൂട്ടി വരുന്നത്, അരിത്മെറ്റിക്കൽ അക്യുറസി, ദെൻ ഓതൻറ്റിസിറ്റി ചെക്ക് ചെയ്യുക, പുറമെ എന്തും കൂടി നോക്കണം, ട്രാൻസാക്ഷൻസൊക്കെ കറക്റ്റായിട്ട് തന്നെ അല്ലേ എൻ്റർ ചെയ്തത് എന്ന് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്തിരിക്കണം. തേർഡ് പോയിന്റ് ഈസ് ദാറ്റ് ദി പർപ്പസ് ഓഫ് ഓഡിറ്റിംഗ് ഈസ് to ascertain whether the working results for a particular period as shown by profit and loss accounts and the exact financial position of the business reflected in the balance sheet. Okay, അതായത് ബിസിനസ്സിനകത്ത് നമുക്കറിയാം വർക്കിംഗ് റിസൾട്ട് വി വിൽ ഗെറ്റ് ഫ്രം ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സോ ഒരു പെർട്ടിക്കുലർ പീരിയഡിനകത്തുള്ള വർക്കിംഗ് റിസൾട്ട് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻസിൻ്റെ റിസൾട്ട് എന്തൊക്കെയാണ്, പ്രോഫിറ്റബിലിറ്റി എന്തൊക്കെയാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പറഞ്ഞ പ്രകാരം തന്നെയാണോ വന്നിട്ടുള്ളത്, ഈസ് ഇറ്റ് കറക്റ്റ് ഓർ റോങ്, and at the same time financial position of the business, is it reflected as correct or wrong in the balance sheet കൊടുത്തത് കറക്റ്റ് തന്നെയാണോ, then any malpractices is there, any fraud is there, ഇതെല്ലാം കണ്ടുപിടിക്കലും എന്താണ് ഒരു ഓഡിറ്ററുടെ അല്ലെങ്കിൽ ഒരു ഓഡിറ്റിങ്ങിൻ്റെ പർപ്പസാണ്. ഓക്കെ, സോ വർക്കിംഗ് റിസൾട്ട് തന്നിട്ടുള്ളത്, പ്രോഫിറ്റബിലിറ്റി തന്നിട്ടുള്ളത് കറക്റ്റ് തന്നെയാണോ എന്ന് നോക്കണം. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ അത് റിഫ്ലക്റ്റ് ചെയ്തത് കറക്റ്റ് തന്നെയാണോ എന്ന് നോക്കാം. Then auditing satisfies an auditor himself
as to whether the profit and loss accounts and balance sheet exhibit a true and fair view of the state of affairs of a concern. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്തും ബാലൻസ് ഷീറ്റിനകത്തും തന്നിട്ടുള്ള കാര്യങ്ങൾ ആ ഓർഗനൈസേഷൻ്റെ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്, അതായത് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കറക്റ്റ്, അതായത് ട്രൂ ആൻഡ് ഫെയർ വ്യൂ തന്നെയാണോ ഉള്ളത്. അതിനർത്ഥം എന്താണ്? വളരെ കറക്റ്റായി, വളരെ സത്യസന്ധമായി, വളരെ കൃത്യമായിട്ട് തന്നെയാണോ ഇതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതെന്ത് ചെയ്തിരിക്കണം? ഓഡിറ്റർ ഹി വാണ്ട് ടു സാറ്റിസ്ഫൈ ഹിംസെൽഫ്, അയാൾ സ്വയം സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അതിനർത്ഥം എന്താ? ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ എൻ്റർ ചെയ്ത, അതല്ലെങ്കിൽ അയാളുടെ മുമ്പിലിരിക്കുന്ന ട്രാൻസാക്ഷൻസിൻ്റെ, അയാളുടെ മുമ്പിൽ വന്നിട്ടുള്ള ട്രാൻസാക്ഷൻസിൻ്റെ അതിലുള്ള എമൗണ്ട്സിൻ്റെ എല്ലാം ഒരു കൃത്യത അയാൾക്ക് ബോധ്യപ്പെട്ടിരിക്കണം. ഓക്കെ, ഓഡിറ്റർക്ക് ബോധ്യപ്പെട്ടിരിക്കണം. Then next point is that auditing is also an investigation into certain evidences when the auditor suspects fraud or errors. ഇനി നോക്കാം, ഓഡിറ്റർക്ക് വല്ല സംശയവും തോന്നുകയാണ്. ദാറ്റ് ഈസ് ദ ഓഡിറ്റർ ഈസ് സസ്പെക്റ്റിംഗ്, സംശയം തോന്നുകയാണ് about a fraud or error. ഈ ബിസിനസ്സിനകത്ത് എന്തോ ഫ്രോഡ് നടന്നിട്ടുണ്ട്, അതല്ലെങ്കിൽ ഈ ട്രാൻസാക്ഷൻസിനകത്ത് എന്തൊക്കെയോ മിസ്റ്റേക്ക് ഓർ എറേഴ്സ് വന്നിട്ടുണ്ട്. അങ്ങനെ ആയാലും എന്ത് നടത്താം? ഓഡിറ്റിംഗ് ഈസ് ആൾസോ ആൻ ഇൻവെസ്റ്റിഗേഷൻ. അതെന്താണ്? ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ്. സോ ഫ്രോഡ് നടന്നിട്ടുണ്ട് എന്ന് ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ആ എവിഡൻസുകളെല്ലാം വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം? അതിനകത്ത് വെരിഫൈ ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ് ദ ഓഡിറ്റർ മേക്ക് ഷുവർ ദാറ്റ് the accounts and final accounts have been prepared in accordance with the law. നമുക്കറിയാം ഇതിനകത്തെല്ലാം ലെജിസ്ലേഷൻസ് ഉണ്ട്, നിയമങ്ങളുണ്ട്, ഗവൺമെൻറ് ലോസ് ഉണ്ട്. ഓക്കെ, തോന്നിയ പോലെയൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനും അതല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനും ഒന്നും പറ്റില്ല. സോ നമുക്കറിയാം, നമ്മൾ ഒരുപാട് അക്കൗണ്ടിങ്ങിനകത്ത് ഒരുപാട് പോളിസീസ്, അക്കൗണ്ടിങ് കൺവെൻഷൻസ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ ആ കൺവെൻഷൻസ് അതല്ലെങ്കിൽ നമ്മുടെ ലെജിസ്ലേഷൻ പ്രകാരം തന്നെയാണ് ഇതിനകത്ത് പ്രിപ്പറേഷൻസ് നടത്തിയിട്ടുള്ളത് എന്ന് ആര് ഉറപ്പ് വരുത്തണം? ഓഡിറ്റർ ഉറപ്പ് വരുത്തണം. അതിനർത്ഥം എന്താണ്? ഇപ്പോൾ ഫോർമാറ്റ് തെറ്റിക്കുകയോ അതല്ലെങ്കിൽ പറഞ്ഞ പ്രകാരം ഇപ്പോൾ റവന്യൂ അക്കൗണ്ടിനെ, റവന്യൂ ഇൻകത്തിനെ ഒരു ക്യാപിറ്റൽ ഇൻകം ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മിസ്റ്റേക്ക്. ദെൻ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എല്ലാം ഫോളോ ചെയ്തിട്ടുണ്ടോ? ദെൻ അക്കൗണ്ടിങ് കൺവെൻഷൻസ് പ്രകാരം തന്നെയാണോ? ദെൻ വേരിയസ് ലോസ്, ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ടല്ല, ബിസിനസ് ഓർഗനൈസേഷൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് ലെജിസ്ലേഷൻസ് ഉണ്ട്, അതെല്ലാം ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്തിരിക്കണം? ഓഡിറ്റർ ഉറപ്പുവരുത്തിയിരിക്കണം. ദെൻ after auditing, a report of some kind, whether short or long term, is essential in all types of audits. ഏത് തരത്തിലുള്ള ഓഡിറ്റിംഗ് ആയാലും ഓഡിറ്റർ എന്ത് ചെയ്തിരിക്കണം? എല്ലാം that is after the completion of auditing purpose, he want to prepare a report. It is called audit report. Okay, ഒരു ഓഡിറ്റ് റിപ്പോർട്ട്, ഇറ്റ് മേ ബി ഷോർട്ട് ടേം ഓർ ലോങ് ടേം, എന്തായാലും it is the duty of the auditor to prepare an audit report after completing his purpose. Then last point is that auditing is to be done by independent persons qualified for the job. നമ്മൾ പറഞ്ഞു, സാധാരണ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു ബിസിനസ്സിനകത്ത് പോയിട്ട് ഓഡിറ്റിംഗ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ചെന്ന് പറയുകയാണ്, നിങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ടൊക്കെ ഇങ്ങ് എടുക്ക്, അതല്ലെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റിംഗ് എടുക്ക്, ഞാനൊന്ന് നോക്കട്ടെ, ഞാൻ ഓഡിറ്ററാണ്, ഞാൻ ഓഡിറ്റിങ്ങിന് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കമ്പനിയിൽ അതല്ലെങ്കിൽ ബിസിനസ്സുകളിൽ പോയിട്ട് ഓഡിറ്റിംഗ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഓഡിറ്റർ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തുണ്ട്? ഹി മസ്റ്റ് പോസസ് സം ക്വാളിഫിക്കേഷൻസ് ഫോർ ദ ജോബ്. ഓക്കെ, ആ ഒരു ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ജോബ് ചെയ്യണമെങ്കിൽ അയാൾക്ക് അതിന് ആവശ്യമായ ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം. ആൻഡ് ഹി ഷുഡ് ബി ആൻ ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ. ഓക്കെ, ദാറ്റ്സ് ഓൾ റിഗാർഡിംഗ് ദി ബേസിക് ഇൻഫർമേഷൻസ് റിലേറ്റഡ് ടു ഓഡിറ്റിംഗ്. അപ്പോൾ വാട്ട് ഈസ് ഓഡിറ്റിംഗ്? ഓഡിറ്റിംഗ് എന്താണെന്ന് ഇനി മനസ്സിലാവാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ക്ലിയർ ഇറ്റ്. ദെൻ
definitions of auditing and some important aspects or some important points related to auditing. All these are discussed today, and next other topics will be discussed in your next classes. And thank you.